കൊല്ലത്ത് നെടുമ്പനയിൽ MLAയുടെ ഹൈമാസ്റ്റ് ലൈറ്റുകൾ നിഷേധിച്ചതിനു പിന്നാലെ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിൽ അനുവദിച്ച ആംബുലൻസും നിഷേധിച്ചു. നെടുമ്പന സാമൂഹ്യാരോഗ്യ കേന്ദ്രത്തിന് അനുവദിച്ച ആംബുലൻസാണ് മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് നിഷേധിച്ചത്. 20 ലക്ഷം രൂപയുടെ ആംബുലൻസാണ് വേണ്ടെന്ന് തീരുമാനിച്ചത്. തുടർ പരിപാലനവും ഡ്രൈവറെ നിയമിക്കാൻ കഴിയാത്തതുമാണ് കാരണമായി കണ്ടെത്തിയത്. ബ്ലോക്ക് ഡെവലപ്മെന്റ് ഓഫീസർ നൽകിയ കത്ത് റിപ്പോർട്ടറിന് ആനയെ കിട്ടിയപ്പോൾ തോട്ടി വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ആന വേണ്ടെന്ന് വെച്ചു. വിവരങ്ങളുമായി സിനോജ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. സിനോജ് ക്ഷമിക്കണം, വിവരങ്ങളുമായി ദിലീപ് നമുക്കൊപ്പം ചേരുന്നുണ്ട്. ദിലീപ്, എന്താണ് കൂടുതൽ വിവരങ്ങൾ? ദിലീപ്, ഞാൻ മനസ്സിലാക്കുന്നത് പ്രകാരം ഈ നെടുമ്പനയിൽ സംഭവിച്ചിരിക്കുന്നത് ഗുരുതരമായ വീഴ്ചയാണ്. ആദ്യം ഹൈമാസ്റ്റ് ലൈറ്റ്, ഇപ്പോഴിതാ മുഖത്തല ബ്ലോക്കിൽ നിന്നും ഈ ആംബുലൻസിനെ കിട്ടി. പക്ഷേ ആംബുലൻസ് ഡ്രൈവർ പറ്റൂല എന്ന് പറഞ്ഞ് ആംബുലൻസ് തന്നെ നിഷേധിച്ചിരിക്കുന്ന അവസ്ഥയുണ്ടാകുന്നു. ആ നാട്ടിലെ ജനങ്ങൾക്ക് അത്യാഹിതം സംഭവിക്കുമ്പോൾ ഓടിയെത്താൻ കഴിയുമായിരുന്നൊരു സംവിധാനം വേണ്ടെന്ന് വയ്ക്കുകയല്ലേ ഇപ്പോൾ ഈ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും ഡോക്ടർ അരുൺകുമാർ, ആനയെ വാങ്ങി തോട്ടി വാങ്ങാൻ പറ്റാത്ത അവസ്ഥ എന്നുള്ളത് കൃത്യമായി മനസ്സിലാകുന്നൊരു സ്ഥലമാണ്. ഇവിടെ രാഷ്ട്രീയമാണ് കളിക്കുന്നത് എന്നുള്ളത് ഈ ജനങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അതായത് ഒരു റൂറൽ ഒരു വില്ലേജിലേക്ക് ഒരു ആംബുലൻസ് നൽകുമ്പോൾ അത് കൃത്യമായി പരിപാലിക്കേണ്ട ആവശ്യം ഈ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്കുണ്ട്. മാത്രമല്ല, ഇത് 20 ലക്ഷം രൂപയുടെ ആംബുലൻസ് ഏത് തരത്തിലുള്ളത് വാങ്ങണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് MLA ഒരു കത്ത് അയക്കുന്നു. ആ കത്തിൻ്റെ കോപ്പി ഇതാണ്. ഏത് തരത്തിലുള്ള ആംബുലൻസ് വേണം, 20 ലക്ഷം രൂപ ഇതിൽ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുന്നു. അതിന് ഇത് അയച്ചിരിക്കുന്നത് 12 തീയതി 1-ാം മാസം 2023, അതായത് ജനുവരി മാസം 2023 അയച്ച കത്തിന് 6 മാസം വരെ ആയിട്ടും മറുപടി നൽകിയിട്ടില്ല. അതിനിടയിൽ 3 കത്ത് വീണ്ടും MLA നൽകിയിരുന്നു. അതിനുശേഷമാണ് 15/6/2023 ബ്ലോക്ക് പഞ്ചായത്ത്, മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് തിരിച്ച് കത്ത് MLAക്ക് കൊടുക്കുന്നത്. അതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. കത്തിന് മറുപടിയായി ഭാവി പരിപാലനം, ഡ്രൈവറുടെ നിയമനം എന്നിവ സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിച്ചിട്ടില്ല. അതിൻ്റെ രേഖകൾ, ഭരണാനുമതിക്കായി രേഖകൾ ജില്ലാ കളക്ടറിന് സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ള തരത്തിലുള്ള ഒരു കത്ത് തിരിച്ചു നൽകുകയും ചെയ്തിട്ടുണ്ട്. ബ്ലോക്ക് ഡെവലപ്മെൻറ്റ് ഓഫീസർ നൽകിയ കത്തിൻ്റെ പകർപ്പാണിത്. ഇത്തരത്തിൽ ജനങ്ങൾ ഒരു ആശുപത്രിക്ക് ആംബുലൻസ്, അതായത് ഇവിടെ നിന്ന് 20 കിലോമീറ്ററാണ് കൊല്ലം നഗരത്തിലേക്കുള്ളത്, 20 കിലോമീറ്റർ പാരിപ്പള്ളി മെഡിക്കൽ കോളേജിലേക്കുണ്ട്. അങ്ങനെ 2 ആശുപത്രിയിലേക്ക് പോകണമെങ്കിലും ഏകദേശം 20 കിലോമീറ്ററോളം സഞ്ചരിക്കേണ്ടതുണ്ട്. അത്തരത്തിൽ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആംബുലൻസ്, അതായത് ഇവർ രാഷ്ട്രീയം കാണിക്കുന്നത്, നേരത്തെ നമ്മുടെ DCC ജനറൽ സെക്രട്ടറി ഫൈസൽ കൊളപ്പാടൻ പറഞ്ഞത്, ആംബുലൻസിൽ PC വിശ്വനാഥ് MLAയുടെ പേര് എഴുതി വെക്കുന്നത് കൊണ്ടാണ് ഇവർ ആംബുലൻസ് വേണ്ട എന്ന് പറഞ്ഞതെന്നാണ് ഇദ്ദേഹം പറയുന്നത്. എന്തുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ജനങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ആംബുലൻസ് വേണ്ട എന്ന് വെച്ചത്? വളരെയധികം സാധാരണക്കാർ താമസിക്കുന്ന ഒരു ഗ്രാമപ്രദേശമാണ് ഈ നെടുമ്പന എന്ന് പറയുന്ന ഗ്രാമപ്രദേശം. പ്രത്യേകിച്ച് കശുവണ്ടി തൊഴിലാളികൾ ഉൾപ്പെടെയുള്ള സാധാരണക്കാരാണ് താമസിക്കുന്നത്. ഇവിടെ MLA 20 ലക്ഷം രൂപ ആംബുലൻസിനായി കൊടുക്കുന്നു. അത് ഈ ഇവിടുത്തെ ഹോസ്പിറ്റൽ സൂപ്രണ്ട് കോവിഡ് സമയത്ത് വന്ന് ഏറ്റവും അത്യാവശ്യമായി പരിഗണിക്കണമെന്നുള്ള കാര്യം പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ MLA ആംബുലൻസ് അനുവദിക്കുന്നു. ആംബുലൻസ് അനുവദിച്ചതിന് ശേഷം അതിൻ്റെ തുടർ പരിപാലനം, സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി കത്തയക്കുമ്പോൾ മുഖത്തല ബ്ലോക്ക് പഞ്ചായത്ത് ഈ കത്ത് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിക്ക് കൊടുത്ത് 6 മാസക്കാലം അത് പൂഴ്ത്തി വെക്കുകയും കമ്മിറ്റിയിൽ ഉൾപ്പെടെ ചർച്ച ചെയ്തിട്ട് അവസാനം ഈ ആംബുലൻസ് വേണ്ട എന്നുള്ള ഒരു തീരുമാനം. ഒരു കാര്യം കൂടെ ഡോക്ടർ അരുൺകുമാർ, ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിൽപ്പെട്ടതാണ് നമുക്ക് തോന്നുന്നു നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള അംഗങ്ങളാണ്, നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് അടക്കമുള്ള അംഗങ്ങളാണ് ഇവിടുത്തെ ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയിലുള്ളത്. ഇത് നെടുമ്പന സാമൂഹിക ആരോഗ്യ കേന്ദ്രത്തിൽ ഈ കമ്മിറ്റിയാണ് തീരുമാനമെടുത്തത് ആംബുലൻസ് വേണ്ട എന്നുള്ളത്, അല്ലേ? ഇന്നലെ നമ്മൾ സംസാരിച്ചതുപോലെ MLAയുടെ ലൈറ്റുകൾ വേണ്ട എന്നുള്ളൊരു തീരുമാനം എടുത്തതുപോലെ അതേ കമ്മിറ്റിയിലെ അതേ ആളുകൾ തന്നെയാണ് ഒരു ഗൂഢാലോചന നടത്തി, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ MLAയുടെ പേര്, ഈ സാധാരണക്കാരായ ആളുകൾക്ക് ഉപകാരപ്രദമായ ഈ ആംബുലൻസ് ഈ ഗ്രാമപ്രദേശത്തിലൂടെ ഓടുമ്പോൾ അതിനകത്ത് MLAയുടെ പേര് ഉണ്ടാകും എന്നുള്ള ഒരു കാര്യം മാത്രം മുൻനിർത്തിക്കൊണ്ട് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ നിരന്തരമായിട്ടുള്ള ആവശ്യം. ഡോക്ടർ അരുൺകുമാർ, ഇവർ പറഞ്ഞത് വ്യക്തമായി തന്നെയാണല്ലോ. 20 ലക്ഷം രൂപയുടെ ആംബുലൻസ് സംശയമില്ല. നെടുമ്പന പഞ്ചായത്ത് പ്രസിഡന്റ് ഒന്നേ പറയാനുള്ളൂ, ആർട്ടിസ്റ്റ് ബേബി ഇത്ര ചീപ്പാണെന്ന് കരുതിയില്ല എന്ന് നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഇന്നലെ ഒരു പ്രേക്ഷകൻ എനിക്ക് മെസ്സേജ് അയച്ചത് എന്താണെന്ന് അറിയാമോ ദിലീപ്? ഈ നെടുമ്പന പഞ്ചായത്തിൽ ഞങ്ങൾക്ക് ഇരുട്ടുള്ള സ്ഥലമൊന്നും ഇല്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ നാട്ടിലേക്ക് രാത്രിയായി ഇരുട്ട് വരും, നെടുമ്പന പഞ്ചായത്തിൽ മാത്രം അങ്ങനെ വരാത്തത് എന്തുകൊണ്ട്? ഹൈമാസ്റ്റ് ലൈറ്റ് ഇടാത്തതിന് കാരണം പറഞ്ഞതാ. ഇപ്പോൾ ഇതാ ആംബുലൻസും നിഷേധിച്ചിരിക്കുന്നു. അത് വളരെ മോശമായി പോയി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ ദിലീപ്. നെടുമ്പന പഞ്ചായത്തിലെ പ്രസിഡന്റ് അടക്കമുള്ള ഹോസ്പിറ്റൽ മാനേജ്മെന്റ് അതോറിറ്റി അത് പുനഃപരിശോധിക്കുമെന്നാണ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യം. എന്താ ദിലീപ് എന്തോ പറയാൻ വന്നു?
ഞാൻ ഡോക്ടർ അരുൺകുമാർ ആ മെസ്സേജ് അയച്ച ആളോട് ഞങ്ങൾ ഇന്ന് രാത്രി കൃത്യമായിട്ട് 8 സ്ഥലങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഈ 8 സ്ഥലങ്ങൾ ഇന്ന് രാത്രി റിപ്പോർട്ടറിന്റെ സംഘമായി 8 സ്ഥലത്തെത്തി അവിടെ ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഉള്ളതായിട്ട് കാണിക്കും, ഇല്ലെങ്കിൽ ഇല്ല എന്നുള്ള കാര്യങ്ങൾ കൃത്യമായി നാളെ ഈ മോർണിംഗ് ഷോ ഡോക്ടർ അരുൺകുമാറിന്റെ മോർണിംഗ് ഷോയിൽ നമ്മൾ പഞ്ചായത്തിന്റെ പ്രത്യേക ശ്രദ്ധയ്ക്ക് റിപ്പോർട്ടർ അന്വേഷണ സംഘം ആ പരിസരത്ത് കറങ്ങി നടപ്പുണ്ട്. ദയവ് ഇത് നാട്ടുകാർക്ക് സൗകര്യമുള്ള ചില കാര്യങ്ങൾ രാഷ്ട്രീയത്തിന്റെ പേരിൽ നിങ്ങൾ എതിർക്കാൻ നിൽക്കരുത്. സഹകരണാടിസ്ഥാനത്തിൽ പോകണം എന്നുള്ളതല്ലേ നമ്മുടെയൊക്കെ ഒരു തീരുമാനം. അങ്ങനെ തന്നെ പോകുമെന്നാണ് നമ്മുടെ പ്രതീക്ഷ. ഒരു പ്രേക്ഷകൻ